കൂടുതൽ 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 ആളുകളിൽ കൃപ സമർത്ഥം ആകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. ഇതൊരു പ്രോസസ്സാണ്. കൃപ പരക്കാനാണ്, ലോകം മുഴുവൻ പരക്കുകയാണ്. അതെങ്ങനെയാണ്? കൂടുതൽ ആളുകളിലേക്ക് കൃപ സ്വീകരിച്ചവരെ കൃപ കൈമാറുകയാണ് ചെയ്യണത്. കൃപ സ്വീകരിച്ചവർ കൃപ കൈമാറുകയാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ 2 Corinthians 4:15 കൃപ സ്വീകരിച്ചവർ, നിങ്ങളെല്ലാവരും ഉടമ്പടിയിലൂടെ എന്താ ചെയ്യണത്? എന്താ സ്വീകരിക്കണത്? കൃപയാണ് സ്വീകരിക്കണത്. അല്ലാതെ മകളെ കെട്ടിച്ച് കൊച്ചുണ്ടായി വീട് കിട്ടുമെന്നൊക്കെ പറയരുത്. അതൊക്കെ ഇതിൻ്റെ കൃപയുടെ ഇഫക്റ്റായിട്ട് ബ്ലെസ്സിങ്സ് ആൻഡ് ഫിസിക്കൽ ഫേവേഴ്സാണ്. കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ് സ്വീകരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി നേരിട്ട് സ്വീകരിക്കാനുള്ള ദൈവിക സംവിധാനത്തിൻ്റെ പേരാണ് കവനൻ്റ് ഉടമ്പടി. കൈയടിച്ച് കർത്താവേ Take the bed of for Roma 15:16 ശ്രദ്ധിക്കട്ടെ. റോമ 15:16 ദൈവത്തിന്റെ കൃപ പറഞ്ഞ ദൈവത്തിന്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൃപ എന്താ ചെയ്യണത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണിത്. അതായത് ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്തിനാണ്? വിജാതിയർക്ക് വേണ്ടി. റീഡ് ഇറ്റ് അഗൈൻ. ദൈവത്തിന്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. ഉടമ്പടി ചെയ്യണത് ഇതാണ്. എന്താണ്? വിജാതിയർക്ക് വേണ്ടി. വിജാതിയർ എന്ന് പറയുന്നത് എന്താണ്? സമുദായത്തിൻ്റെ ജാതിയല്ല, മറിച്ച് വിശേഷ വിധിയായി ചെയ്യുന്നത്. കൽപ്പിക്കപ്പെട്ടതിന് ശേഷം അതിനേക്കാൾ ഉപരി ചെയ്യുന്ന ആൾക്കാരാണ് സ്വജാതികളെന്ന് പറയുന്നത്. സ്വർഗത്തിൻ്റെ ജാതികൾ. സ്വജാതികളെന്ന് പറഞ്ഞാൽ ആരാണ്? സ്വന്തം സമുദായത്തിൻ്റെ ജാതിയല്ല, സ്വർഗത്തിൻ്റെ ജാതികൾ. വിജാതികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ലോകത്തിൻ്റെ ജാതികൾ. അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം അവർ പ്രാർത്ഥനയും ദൈവത്തെ പോലെ ഉപയോഗിക്കുന്നവരാണ്. ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം. എന്താണ്? ഉടമ്പടിയിലുള്ളവരിൽ നിന്ന് വിശേഷ വിദ്യയായിട്ടാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, നീ തന്ന കൃപ കൈമാറ്റത്തിനാണ്. അത് വിശേഷ വിധിയായി ജനങ്ങളിലേക്ക് നിന്നെ കൈമാറാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിച്ചേ. കർത്താവേ, നീ തന്ന കൃപ വിശേഷ കൈമാറ്റത്തിനാണ്. അത് വിശേഷ വിധിയായി മറ്റവരെക്കാൾ ഉപരി കൃപയുടെ ഫലങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ധൈര്യത്തോടെ സുവിശേഷത്തിന് ക്രിസ്തുവിന് സാക്ഷ്യമാകാൻ എന്നെ സഹായിക്കണമേ. അപ്പോൾ നിങ്ങൾ വിഷയത്തിലേക്ക് തിരിച്ചു വരണം. എന്താ കാര്യം? അതായത് ജ്ഞാനസ്നാനപ്പെടാതെ തന്നെ ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ പറ്റും. അതല്ലേ ഇപ്പോൾ നമ്മൾ ഉടമ്പടിയിലൂടെ കാണുന്നത്. അതിൽ ഞാൻ ആദ്യമേ ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ ഈശോ പറഞ്ഞു, ദിസ് ഈസ് നോട്ട് കൺവെർട്ടിങ് എനിബഡി. ഇതൊന്നും മതപരിവർത്തനത്തിനുള്ളതല്ല, മറിച്ച് എന്താണ്? മനുഷ്യനെ സാന്ത്വനപ്പെടുത്താനും സഹായിക്കാനും ഉള്ളതാണ്. ആരെല്ലാം വേദനപ്പെട്ട് വരുന്നുവോ അവന് ക്രിസ്തുവിൽ പരിഹാരമുണ്ടെന്ന് പറയുന്ന സുവിശേഷം നിന്നോട് ആവശ്യപ്പെടുന്നത് എന്താണ്? വിശേഷ വിധിയായി. നീ ഇന്നലെ ജീവിച്ച പോലെ നിൻ്റെ വയറ് നിൻ്റെ വായെന്ന് പറഞ്ഞ് ജീവിക്കരുത്, മറിച്ച് മറ്റുള്ളവരെ കൂടി കരുതണം. മറ്റുള്ളവരെ കരുതി ജീവിച്ചാൽ ആ ഉടമ്പടി എപ്പോഴും തീയാകണതും വേഗണതും അങ്ങനെയാണ്. മറ്റുള്ളവരെ കരുതി ജീവിക്കാൻ. അപ്പം നിനക്ക് ഈ അനുഗ്രഹം തന്നാൽ എന്ത് പ്രയോജനമെന്ന് ദൈവം ചിന്തിച്ചാൽ, ദൈവത്തിന് മാർക്കില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം വിജാതിയായിട്ട് കാണും. ചിലപ്പോൾ നീ കത്തോലിക്കയായിരിക്കും, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ വിജാതിയാണ്. അവിടെ പ്രശ്നം. ഒരു കത്തോലിക്കയും ക്രിസ്ത്യാനിയും ജീവിതത്തിൽ വിജാതിയരായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പറയുന്ന വിജാതിയർ സ്വജാതികളായിട്ട് മാറാനും സാധ്യതയുണ്ട്. കാര്യം എന്താണ്? കയ്യിരിപ്പ് പോലെ ഇരിക്കും കാര്യങ്ങൾ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇതിനകത്തൊരു കോമ്പറ്റീഷൻ നല്ലതാണ്. കോമ്പറ്റീഷൻ, അതായത് മറ്റുള്ളവരെക്കാളും കൂടുതലായി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം.
അത് മറ്റുള്ളവർ കാനഡയിൽ പോയാൽ അവർക്ക് IELTS പാസ്സായ PSC പാസ്സായ റാങ്ക് കിട്ടിയ അവർക്ക് അവിടെ കല്യാണം നടന്നാൽ ഞാനും കൂട്ടുകാരിയും ഒരുമിച്ചാണല്ലോ പോയി ഉടമ്പടി എടുത്തിട്ട് അവരുടെ കല്യാണം നടന്ന് എൻ്റെ കല്യാണം നടന്നില്ലെന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കരുത്. അത് നിങ്ങൾ നെഗറ്റീവ് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ട് നിങ്ങളെ വെച്ച് മറ്റുള്ളവരുടെ കിട്ടിയിരിക്കുന്ന ഭൗതിക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും വെച്ചുകൊണ്ട് നിങ്ങളെ കമ്പയർ ചെയ്യേണ്ടതാണ്. നിങ്ങൾ കമ്പയർ ചെയ്യണമെന്ന് ദൈവം പറയണ്ടേ. അതെന്താണ് കമ്പയർ ചെയ്യേണ്ടത്? 1 കൊരിന്ത്യൻസിന്റെ 15:10 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 1 കൊരിന്ത്യൻസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. അതായത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ഒന്നിനു വായിച്ചേ മറ്റെല്ലാവരെയും ആദ്യം മുതലേ ഞാൻ എന്തായിരിക്കുന്നുവോ നിങ്ങൾ പറഞ്ഞേ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. പണിപാളി പെട്രോൾ പോലെയാണെന്നാണ് പറയണത്. സാധനം ആവിയായി പോകുന്ന കൃപ. മറ്റേ മടിയൻ ഒന്നുകൊണ്ടേ കുഴിച്ചിട്ടില്ലേ, അതുപോലെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധ്വാനിച്ചില്ലെങ്കിൽ കൃപ ഫലവത്താകാതിരിക്കാം. കൃപ ശോഷിച്ചു പോകും. പെട്രോൾ വെയിലത്ത് ആവിയാകണ പോലെ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന കൃപ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾ ഒന്നുകൂടി വായിച്ച വചനം 1 കൊരിന്ത്യൻസ് 15:10 ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. അപ്പോൾ ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. എന്താണ്? കൃപയുടെ അധ്വാനങ്ങളിലെ എന്ത് ചെയ്യണം? മറ്റുള്ളവരെക്കാൾ ഞാൻ മുന്നിലായിരിക്കണം. ഇതൊരു കോമ്പറ്റീഷനാണ്. കൃപയുടെ അധ്വാനങ്ങളിൽ മറ്റുള്ളവരെക്കാളും ഞാൻ കൂടുതലായിരിക്കണം. കാര്യം അത് ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായ ആനുകൂല്യങ്ങളെ വെച്ച് ദൈവത്തെ അളന്നാൽ മന്ന പെറുക്കിയ ആൾക്കാരെ പോലെ ഇരിക്കും. മന്ന ദൈവം കൊടുത്ത കാലമില്ല. അതാണല്ലോ ഭൗതിക അനുഗ്രഹം. മന്ന കൊടുത്ത കാലത്ത് എന്താ സംഭവിച്ചത്? ആ മക്കളുള്ളവരും പെമ്മക്കളുള്ളവരും വീട്ടിൽ നിറച്ച് പിള്ളേരുള്ളവരുമൊക്കെ കൊട്ടയും കൊണ്ട് നടന്ന് മൊത്തം പെറുക്കിയെടുത്ത്. അപ്പോൾ വിധവകളുണ്ടായി, ഭർത്താവില്ലാത്തവരും മക്കളില്ലാത്തവരുണ്ടായി, അവരും പെറുക്കി. അവസാനം എന്താ പറ്റിയിരിക്കണത്? കൂടുതൽ പെറുക്കിയ ആൾക്കാരുടെ എല്ലാം ചീഞ്ഞുപോയി. അന്നുള്ള ആഹാരം മാത്രം. ഭൗതിക അനുഗ്രഹങ്ങളെ നമുക്ക് യൂസ് ചെയ്യുന്നതൊക്കെ കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയാലും നമ്മൾ അനുഭവിക്കത്തില്ല എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. വായിച്ചോളൂ. പുറപ്പാട് 16:19-20 തിരുവചനങ്ങൾ. പുറപ്പാട് 16:19-20 വാക്യങ്ങൾ. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവെച്ചു. അത് പുഴുത്തു മോശമായി. അതായത് ഇതിൻ്റെ പ്രശ്നം ഇതാണ് വെച്ചാൽ ഭൗതിക ആനുകൂല്യങ്ങളുടെ ആധിക്യത്തിൽ കമ്പയർ ചെയ്തുകൊണ്ട് അഭിരമിക്കരുത്. പുഴുത്ത അനുഭവം ഉണ്ടാകുന്ന അർത്ഥം മനസ്സിലായില്ല, നമുക്ക് പ്രയോജനപ്പെടുത്തില്ല. നിങ്ങൾ എന്തിനാണ് അഭിമാനിക്കേണ്ടത്? മറ്റുള്ളവരെക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ. നിത്യത വരെ നിലനിൽക്കണ അധ്വാനം എന്ന് പറയണത് ഫലമെന്ന് പറഞ്ഞാൽ കൃപയുടെ അധ്വാനമാണ്. നമ്മളിവിടെ എന്നാ ഉണ്ടാക്കിയാലും അവസാനം ഒന്നും ഉണ്ടാകത്തില്ല, നമുക്കറിയാം അല്ലേ. നമ്മൾ 0 ആയിട്ട് പോവുകയും ചെയ്യും. നമ്മൾ ഉണ്ടാക്കി വെച്ച് മരുമക്കളെയൊക്കെ തമ്മിൽ തല്ലുകയും അവർ കോടതി കയറുകയും നിങ്ങളുടെ കാലശേഷം അവർ നിങ്ങളെപ്പോലും വരച്ച ദൂരക്കളയും. ഈ പിശാച് നേരത്തെ വിൽപ്പത്രം എഴുതി വെച്ചെങ്കിൽ ഈ ഇടി ഞങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അമ്മനെ പിശാചെന്ന് വിളിക്കുകയും ചെയ്യും. എല്ലാം പൊഴുത്തു പോകും. താമസമല്ല. എത്ര കോടതിയാണ് കേസ് കിടക്കണം അപ്പനും അമ്മയുടെ കാലം. നിങ്ങളിങ്ങനെ ഇടി ഉണ്ടാക്കിയിട്ട് ഇത് അവസാനം നിങ്ങളുടെ കാലം കഴിയുമ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്തില്ല, ഇനി വിൽപ്പത്രം എഴുതിയെന്ന് വെച്ചോ,
ഇവിടെ എന്തുമാത്രം കേസാണ് പറഞ്ഞത്? അപ്പൻ വിൽപ്പത്രം എഴുതി, അമ്മ വിൽപ്പത്രം എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് വിൽപ്പത്രത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവർ തമ്മിൽ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയുടെ കാലത്ത്, ആയുസിൻ്റെ കാലത്ത് ഇവരുണ്ടാക്കിയതെല്ലാം ഇപ്പോൾ മക്കൾ തമ്മിൽ തല്ലാനും കോടതി കയറാനും വക്കീൽമാർക്കും ജഡ്ജിമാർക്കും കൊടുക്കാനായില്ലേ? ഇതാണ് വിഷയം. പുഴുത്തു പോയെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലായില്ല, പുഴുത്തു പോകും. അതുകൊണ്ട് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട്, സ്വർഗത്തിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുക. പ്രയോറിറ്റി ആൻഡ് പ്രോട്ടോക്കോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ പ്രോട്ടോക്കോൾ? വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? നിങ്ങളുടെ മുൻഗണന എന്തിനാണ്? ഈ മുൻഗണനയിൽ എന്താ പ്രശ്നം വെച്ചാൽ ദൈവം പറയും, ആദ്യം നിങ്ങൾ എന്തിനും മുൻഗണന കൊടുക്കണം? ആ ദൈവരാജ്യത്തിന്. ബാക്കിയുള്ളത് പ്രോട്ടോക്കോൾ എന്താണ്? ഒരു ഹെവൻ, അതായത് കിങ്ഡം ഓഫ് ഹെവൻ്റെ പ്രോട്ടോക്കോൾ ഉണ്ട്. അതിന് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ ഇടയായ നിങ്ങൾ ശരിയാവും, ഉടമ്പടി ഓക്കെ ആവും. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ പ്രോട്ടോക്കോൾ. ഇപ്പോഴത്തെ പ്രോട്ടോക്കോളിൽ ഞാൻ കുവൈറ്റിൽ ജനിപ്പിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ സെറ്റിങ്സ് തെറ്റിക്കിടക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോട്ടോക്കോൾ തെറ്റിയിരിക്കുകയാണ്. അവർ പലരും ദൈവരാജ്യത്തിന് വേണ്ടിയല്ല ജീവിക്കണം, ലോകരാജ്യത്തിന് വേണ്ടിയാണ്. അതാണ് പ്രശ്നം. മറ്റുള്ളവരെക്കാൾ, അങ്കിളിനേക്കാൾ, ആൻറ്റിയേക്കാൾ, നാട്ടിലുള്ളവരെക്കാൾ, അയൽവാസിയേക്കാൾ ഞാൻ മെച്ചമായിരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിന് ദൈവത്തെ വരെ ഉടമ്പടി ചെയ്തുകൊണ്ട് വരുതി വരുത്താൻ വേണ്ടിയുള്ള അവസാന അന്ത്യ പോരാട്ടത്തിലെ ജഡിക മനുഷ്യൻ്റെ അഭ്യാസങ്ങൾ ഭയങ്കരമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ പ്രോട്ടോക്കോൾ 6:33 പ്രോട്ടോക്കോൾ എന്താണ്? മത്തായി ശ്രീകാട് സുവിശേഷം വായിച്ചോളൂ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും പറഞ്ഞ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അതിന്റെ നീതിയും കുറിച്ച് അന്വേഷിക്കുക. ബാക്കിയുള്ളത് അതായത് എന്താ? ടെമ്പറാലിറ്റീസ്, നമുക്ക് ഭൗതികമായ ആവശ്യങ്ങൾ അതെന്താണ്? അതെല്ലാം ചേർത്ത് നൽകും. അപ്പോൾ നമ്മളെന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവം കൊടുക്കുന്ന ഒരു പ്രോട്ടോക്കോളും പ്രയോറിറ്റിയും ഉണ്ട്. പക്ഷേ ജഡിക മനുഷ്യന് ഇത് ബോധ്യപ്പെടത്തില്ല. അതുകൊണ്ട് അവനെപ്പോഴും വയറിൻ്റെ പ്രശ്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും, ജീവിത പ്രശ്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും. ജീവിത പ്രശ്നത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. എന്താണ്? സിനി, പത്തനംതിട്ട ഒരു സാക്ഷ്യമുണ്ട്. സിനിയുടെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ സിനിയുടെ കാര്യങ്ങളെല്ലാം കർത്താവ് അച്ചിട്ടവർ ചെയ്യും. സിനി ഒരു നോൺ ക്രിസ്ത്യനാണ്, ക്രൈസ്തവയല്ല. സിനി ഭർത്താവും കൂടി ഒന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ഒരുമിച്ചാണ്. സിനി എന്താ ചെയ്തിരിക്കണത്? ആദ്യം നിയോഗത്തിൽ വെച്ചിരിക്കണത് എന്താണെന്ന് അറിയാമോ? കർത്താവേ, എന്താ കർത്താവേ, നിത്യതയിൽ എനിക്ക് ഈശോടൊപ്പം ആകാൻ ഇടയാക്കണമേ. ഒന്ന് ചിന്തിച്ച, ഒരു കത്തോലിക്കൻ പോലും വെക്കാത്ത സാധനമാണ്. ഇവിടെ ഒരു പ്രശ്നം, ആരാണ് വിജാതിയർ, ആരാണ് സ്വജാതിയർ നമുക്കറിയത്തില്ല. സിനിയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും. ഭർത്താവും ഭാര്യയും കൂടി വന്നാണ് പറയണത്, പത്തനംതിട്ടയെന്ന്. എന്താ പറയുന്നത്? ആദ്യത്തെ ഉടമ്പടിയിലെ ഫസ്റ്റ് നിയോഗം എന്താണ്? കർത്താവേ, നിത്യതയിൽ ഈശോൻ്റെ ഒപ്പം ആകാൻ എന്നെ സഹായിക്കണമേ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത്. പ്രോട്ടോക്കോൾ അതാണ്. അതിനാണ് പ്രയോറിറ്റി എന്ന് പറയണത്. ഇതുപോലെ ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു തലമറിച്ചിലുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ മക്കളുടെ ഉടമ്പടി കത്തും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ മുൻഗണനകളെ ദൈവരാജ്യത്തിന്റെ ക്രമപ്രകാരം പുനഃക്രമീകരിക്കുവാൻ എനിക്ക് വിവേചനത്തിന്റെ പരിശുദ്ധാത്മ അഭിഷേകം നൽകണമേ. ഈ സത്യത്തിന്റെ സുവിശേഷത്തിൽ വിശ്വസ്തയോടെ നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടത്. ഇത് കറക്റ്റ് ചെയ്താൽ, ഈ സെറ്റിങ്സ് കറക്റ്റ് ചെയ്താൽ ഇതിപ്പോൾ എങ്ങനെ വിട്ടുചില്ല് പോലെ കരിപ്പ് ഉടമ്പടി. കാര്യം ഈ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. നഥാനിയേലിനെ കണ്ട കഥ അറിയാമല്ലോ. നഥാനിയേൽ, ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടിട്ട് ഫിലിപ്പോസ് അപ്പോസ്തലൻ നഥാനിയേലിനെ കർത്താവിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോൾ നഥാനിയേലോട് ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താ നഥാനിയേലോട് പറയണത്? ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അതെ, നഥാനിയേലിൻ്റെ ആന്തരിക സത്യങ്ങളെ ഈശോ സ്കാൻ ചെയ്ത് പറയുകയാണ്. തുടങ്ങിയപ്പോൾ തന്നെ, ആൾ അടുത്ത് വന്നപ്പോൾ തന്നെ സ്കാനിങ് തുടങ്ങി. ഇതൊരു അപകട മേഖലയാണ്. നീ അടുത്ത് വരുമ്പോൾ തന്നെ നീ ആരാണെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കും. കപടനാണെങ്കിൽ കപടനാണെന്ന് പറയും, നിനക്കുടമ്പടി പറ്റത്തില്ലെന്ന് പറയും. നിഷ്കപടനാണെങ്കിൽ അത് ഈശോ ഹൈലൈറ്റ് ചെയ്യും.
നാഥാനിൽ അടുത്ത് വന്നപ്പോൾ എന്താ പറയണത്? ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. യഥാർത്ഥ ഇസ്രയേൽക്കാരുമുണ്ട്, അയാഥാർത്ഥ്യമായ ആൾക്കാരുമുണ്ട്. അപ്പോഴേ നാഥാനിയൽ ഈശോയോട് ചോദിക്കും, റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. അപ്പോൾ ഈശോ പറയുന്ന വാക്കുണ്ട്. എന്താണ് പറയുന്നത്? നീ അത്തിവൃക്ഷത്തിൻ്റെ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പോൾ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടുവെന്നാണ്. ഇത് ചുമ്മാ കളിയല്ല. നീ വിശ്വാസത്തിലൂടെ ഇപ്പം ക്രിസ്ത്യൻ മാതാപിതാക്കളും ജനിച്ചാലും ക്രിസ്ത്യാനി ആയാലും, അല്ലെങ്കിൽ കർത്താവിനെ ജീവിത സമ്മർദ്ദങ്ങളിൽ ദൈവത്തെ തേടി വന്നപ്പോഴേ അനുഭവങ്ങൾ കൊണ്ട് നീ കർത്താവിൽ വിശ്വസിച്ചാലും, ആരെങ്കിലും മുഖേനയാണെങ്കിലും കർത്താവ് പറയും, ആരെയും മുഖേനയല്ല, ഫിലിപ്പോസ് മുഖേനയല്ല, ഞാനെന്താണ്, ഞാനാണ് നിന്നെ കണ്ടതും വിളിച്ചതും. അത് ഭയങ്കര വിളിയല്ലേ? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. അപ്പോൾ എൻ്റെ മക്കൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇപ്പോഴേ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടോ കൃപാസനം പത്രം കണ്ടിട്ടോ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടോ സാക്ഷ്യം കേട്ടിട്ടോ ആണ് വന്നതെന്നാണ് നിങ്ങൾ പറയണത്. കർത്താവ് അത് അംഗീകരിക്കണില്ല. ഞാൻ നിന്നെ നേരത്തെ കണ്ടത് കൊണ്ടാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ്, നീ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നീ കൃപാസനം പത്രം കണ്ടതെന്നാണ് പറയണത്. മനസ്സിലായോ? സാക്ഷ്യം കേട്ടിട്ടാണ് നീ വന്നതെന്ന് പറയരുത്. ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടും എനിക്ക് നീ ഇഷ്ടപ്പെട്ടവളായതുകൊണ്ടും ഇഷ്ടപ്പെട്ടവനായതുകൊണ്ടുമാണ് നീ സാക്ഷ്യം കേട്ടത്. പക്ഷെ മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം ആരാണ് സ്നേഹിച്ചത്? ദൈവമാണ്. അതാണ് യോഹന്നാൻ പറയണത്, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:19. 1 യോഹന്നാൻ 4:19. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. പറഞ്ഞേ, ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ക്ലിയർ അല്ലേ? ആദ്യം നീ കൃപാസനം പത്രമല്ല കണ്ടത്, ആദ്യം നീ സാക്ഷ്യമല്ല കേട്ടത്, ആദ്യം നീ നിൻ്റെ അമ്മയോ ആൻറ്റിയോ കൂട്ടുകാരിയോ നിന്നോട് പറഞ്ഞതല്ല. ആദ്യം ചെയ്തത് നിങ്ങൾ ആരും ഇവിടെ ഭൗതികമായ ഏജൻറ്റുമാരാരുമല്ല. പിന്നെ ആരാണ്? കർത്താവ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു, വിളിച്ചിരിക്കുന്നു, വിശുദ്ധീകരിച്ചിരിക്കുന്നു, ശക്തീകരിച്ചിരിക്കുന്നു, കൈ സാക്ഷിയാക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ചേർന്ന് പോകുന്ന വചനമാണ് യോഹന്നാൻ 1:50. യോഹന്നാൻ 1:50. യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. മനുഷ്യന്റെ ഒരു പ്രകൃതം കണ്ടില്ലേ? ഇതാണ്. അതായത് ഈ മനുഷ്യൻ, ഈ നാഥാനിയൽ എന്ന് പറഞ്ഞ ആള് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ്? അത്തിമരത്തിൻ്റെ ചുവട്ടിൽ. അതാണ് യോഹന്നാൻ 1:50. അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു. പക്ഷെ എന്താ പ്രശ്നം? അങ്ങനെ ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടല്ല നീ വിശ്വസിക്കേണ്ടതെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? പ്രോട്ടോക്കോൾ അല്ല, അതല്ല അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയണത്. നീ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾ പറയുമല്ല, ഉടമ്പടി ഞാൻ ചെയ്യാം, എന്തെങ്കിലും ഒരു അടയാളം കിട്ടട്ടെ. ഇതാണ് പ്രശ്നം. പല ആൾക്കാരും പണി മേടിക്കണം അങ്ങനെയാണ്. അതായത് അവർക്ക് ഞാൻ പത്രം കൊടുക്കാവേ, ഞാൻ ഉപവസിക്കാവേ, ഞാൻ രോഗികളെ പോയി കാണാവേ, ഞാൻ ആശുപത്രി പോകാവേ എന്താണ്, എന്തെങ്കിലും ഒരു അടയാളം കാണട്ടെ. ജപ്തി നടപടിക്കാരൻ ഇപ്പോഴേ എന്നെ തന്തക്ക വിളിക്കുകയാണല്ലോ, അതിന് മാറ്റമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നീ അടയാളം കാണാത്ത കാരണം നീ ഉടമ്പടിയിൽ ഇതിനാണ് ദുഷ്ടൻ, മടിയൻ, ഹിപ്പോക്രാറ്റ്സ്, അവിശ്വസ്തൻ എന്നൊക്കെ പറയണത്. അത് ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ആദ്യം അടയാളം കാണിക്കാൻ പറയും. കല്ലുകൾ അപ്പമാക്കാൻ വേണ്ടി ഒരുത്തൻ പറഞ്ഞില്ലേ? ആരാണ്? പിശാച്. അതാ പ്രശ്നം.
ഉടമ്പടി എടുത്തതിൽ 50% പിശാചുക്കളുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവം അടയാളം കാണിക്കണമെന്ന് പറയണത്. ഇപ്പം ഈശോ എന്നാ പറയണത്? നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നീ വിശ്വസിക്കണത്. എന്നിട്ട് പറയും ഇനി കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വരട്ടെ. നീ വിശ്വാസത്തിൽ വളരുമ്പോഴാണ് കാണാത്ത കാര്യങ്ങൾ, കണ്ണ് കാണാത്ത കാര്യങ്ങൾ നിന്നെ കാണിക്കാൻ പോണത്. വിശ്വാസത്തിൻ്റെ അന്ത്യം എന്താണ്? കണ്ണ് കാണാത്ത കാര്യങ്ങൾ കാണിക്കുകയാണ്. കണ്ണ് കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തിനെ കൈയും കാര്യം കെട്ടാൻ നോക്കുമ്പോഴേ കണ്ണ് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം നിനക്ക് നൽകുന്നത് ആരാണ്? സുവിശേഷമാണ്. ആ സുവിശേഷം നീ സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അനുതപിക്കണം. അതുകൊണ്ട് മർക്കോസ് 1:15 പറയണത് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. ഈ അനുതാപം എന്ന് പറഞ്ഞ ഉടമ്പടി പ്രകാരം എന്താണ്? ഒത്തിരി മേഖലയിൽ അനുതപിക്കാം, പക്ഷെ ബേസിക്കായിട്ട് എന്താണ്? സ്വജാതീയ വിജാതീയ മാറ്റമാണ് ശരിക്കും അനുതാപം. എന്നാണ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി മുൻഗണന കൊടുക്കുകയും ജഡീയ കാര്യങ്ങൾ നീ 2ാം സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അനുതാപമായി. ഇതൊരു നിലപാടാണ്. അനുതാപം എന്ന് പറയണത് കുറച്ച് മോങ്ങിക്കറിഞ്ഞ് കുമ്പസാരിച്ചിട്ട് പാപക്ഷമ മേടിക്കണം മാത്രമല്ല, അതൊരു ജീവിത നിലപാടാണ്. എന്ന് നീ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്നുവോ അപ്പോൾ അനുതാപമായി. നിനക്ക് 2ാം സ്ഥാനം വരുന്നുവോ അപ്പോൾ അനുതാപമായി. ഉടമ്പടി നിയോഗങ്ങൾക്കാണ് നീ 1ാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ രാജ്യത്തിൻ്റെ സന്തതികളാണ്.